കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന എ സാബിറയും മുൻ മുതതല പഞ്ചായത്ത് പ്രസിഡന്റ് M ശങ്കരൻകുട്ടിയും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് LDF നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിൽ 14 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുൽക്കല്ലൂർ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി LDFന് നഷ്ടമായ ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. പരിചയസമ്പന്നരെയും യുവാക്കളെയും രംഗത്തിറക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് 3 ഡിവിഷനാണ് പട്ടാമ്പിയിലുള്ളത്. അതിലൊന്ന് വാടാനംകുരിശിയാണ്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് VP സജീദേവിയാണ്. ഇവർ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നു. സെക്രട്ടറിയായിട്ട് വിരമിച്ചു. CPIMൻ്റെ ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ആണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഓങ്ങല്ലൂർ വില്ലേജ് സെക്രട്ടറി. രണ്ടാമത്തത് മുതുതല ഡിവിഷനാണ്. ഇവിടെ മത്സരിക്കുന്നത് ഈ പട്ടാമ്പി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു വലിയ സഖാവിൻ്റെ മകനാണ്. CPIMൻ്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ സഖാവ് TP അഹമ്മദാണ്. TP അഹമ്മദ്. മൂന്നാമത്തത് CPI സ്ഥാനാർത്ഥിയാണ് തിരുവേഗപ്പുറ. 2 ദിവസവും അത് പ്രഖ്യാപിക്കാൻ കഴിയും. തിരുവേഗപ്പുറ 2 ദിവസവും പ്രഖ്യാപനം ആവും. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി UDFിൻ്റെ ഭരണത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തിരിയില്ല. നിലവിലെ ജില്ലാ പഞ്ചായത്ത് സമിതി അധ്യക്ഷയായിരുന്ന എ സാബിറ കാരക്കുത്ത് ഡിവിഷനിൽ നിന്നും മത്സരിക്കും. മുതല പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ M ശങ്കരൻകുട്ടി പരുതൂർ ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുക. കോപ്പം ഡിവിഷനിൽ നിന്നും CPI നേതാവ് P ചേക്കാമോ മത്സരിക്കും. വിളയൂർ പഞ്ചായത്ത് അംഗമായിരുന്ന മുജീബ് കരുവാങ്കുഴി എടപ്പലം ഡിവിഷനിൽ നിന്നും മത്സരിക്കും. നമ്മുടെ ബിരുദധാരികളുണ്ട്. 4 യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വം നൽകുന്ന ആളുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ വിവിധ തരത്തിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ വാർഡ് തിരുവേഗപ്പുറയാണ്. തിരുവേഗപ്പുറയിൽ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള പൊതുപ്രവർത്തകയായിട്ടുള്ള റഹ്മത്ത് കിനാനാട്ടിൽ ആണ് സ്ഥാനം. 2ാം വാർഡ് കൈപ്പുറാണ്. കൈപ്പുറത്ത് മത്സരിക്കുന്നത് DYFയുടെ ഒപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഉജ്ജ്വല പ്രാസംഗികയും ബിരുദകാരിയുമായിട്ടുള്ള സുഹൈലയാണ്. സുഹൈല 3ാം വാർഡിൽ മത്സരിക്കുന്നത് 3ാം വാർഡ് എടപ്പലാണ്. എടപ്പലത്ത് മത്സരിക്കുന്നത് ജീവൻകാരുണ്യ പ്രവർത്തനം നടത്തി തൻ്റെ മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടത്തി കഴിവ് തെളിയിച്ച മുജീബ് കരുവാങ്കുഴിയാണ്. 4ാം വാർഡ് വിളയൂരാണ്. വിളയൂരിൽ മത്സരിക്കുന്നത് CPIMൻ്റെ തെക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി കുടുംബശ്രീ ആ പഞ്ചായത്തിലെ കുടുംബശ്രീയെ നയിക്കുന്ന ആളുമായ AK ദിവ്യ. കൂടാതെ മറ്റു ഡിവിഷനുകളായി റഹ്മത്ത് കിനങ്ങാട്ടിൽ സുഹൈല, AK ദിവ്യ, AK റഫീഖ്, MP രാജേഷ്, PK പ്രസന്ന, P അൻഷാദ്, അബ്ബാസ്, പ്രേമകുമാരി, അഡ്വക്കേറ്റ് സുവർണ തുടങ്ങിയവരും മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ മുതുതലയിൽ നിന്നും TP അഹമ്മദും വാടാനംകുരിശിൽ നിന്ന് VP സതീദേവിയും മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, പരമേശ്വരൻ, MN കരുണാകരൻ, അബ്ദുറഹ്മാൻ, ജയകൃഷ്ണൻ പടനായകത്തെ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.